ഹലോ ഓൾ വെൽക്കം. അപ്പോൾ ബ്ലാസ്റ്റ് കേരളത്തിലെ പല തിയേറ്റേഴ്സിലും എനിക്ക് ഒന്നോ രണ്ടോ ഷോ വെച്ച് സ്റ്റാർട്ട് ചെയ്താണ് ഫസ്റ്റ് ഡേ. ഇന്നിപ്പോൾ തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് മൾട്ടിഫോൾഡ് ഷോസ് വിച്ച് ക്ലിയർലി ഷോസ് ദാറ്റ് ദ ഫിലിം ഇസ് ബീങ് ടോക്ഡ് അബൌട്ട് ആൻഡ് പീപ്പിൾ ആർ സ്റ്റാർട്ടിങ് ടു ലവ് ഇറ്റ്. അപ്പം ഞാൻ നേരത്തെ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം ക്ലിക്ക് ആവണമെങ്കിൽ ബേസിക്കലി അതിനൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു കോർ പ്ലോട്ട് ഉണ്ടാവണം. അതിലെ ക്യാരക്ടേഴ്സും അവർ പോകുന്ന സിറ്റുവേഷനായിട്ട് നമുക്കൊരു റിലേറ്റബിലിറ്റി, ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം. പിന്നെ നല്ല ഇംപ്രസീവ് ആക്ഷൻ ബ്ലോക്സ് ഉണ്ടാവണം. താങ്ക്ഫുള്ളി ബ്ലാസ്റ്റ് ഹാസ് ഓൾ ദിസ് ഇൻ ദ റൈറ്റ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ഇറ്റ് ഈസ് എ ഫിലിം ദാറ്റ് ഗിവ്സ് യു എ വെരി ഗുഡ് ഗ്രേറ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫിലിം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടാണ്. കാരണം ആദ്യം നമ്മുടെ കോർ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, അവർക്കൊരു ഇൻട്രോ, അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഒരു 1-2 ട്രാക്ക് പാരലലായിട്ട് പോകുന്നു. എന്നിട്ട് അത് റീസണബിളി എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്, കാരണം വലിയ ലാഗൊന്നും ഇല്ലാതെ ആ രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് ഈ രണ്ടെണ്ണം കൂടെ മേർജ് ചെയ്തിട്ട് ടുവേർഡ്സ് ദ മിഡ് ഓഫ് ദ ഫിലിം മെയിൻ കോർ പ്ലോട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഹസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഇംപ്രസീവ് ആക്ഷൻ ബ്ലോക്സ്, പിന്നെ സട്ടിൽ ഹ്യൂമർ. അത് നല്ല രസമാണ്, കാരണം പല ഏരിയയിൽ ഒരു ചെറിയ രീതിയിൽ ചിരി പടർത്തുന്ന രീതിയിലുള്ളൊരു സീൻസ്, ഡയലോഗ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ രവി ബസ്രൂറിൻ്റെ മ്യൂസിക്, കാരണം ഒരുപാട് സീൻസ് അത് എലിവേറ്റ് ചെയ്തിരിക്കുന്നതിൽ നല്ല രീതിയിൽ അത് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ഫിലിം ആയതുകൊണ്ട് യു എക്സ്പെക്ട് തിയേറ്ററിക്കൽ ഹൈ, അല്ലെങ്കിൽ ആ ഒരു ഗൂസ് ബം മൊമെൻറ്റ് അത് നല്ല പോലെ വരുന്ന ഇഷ്ടം പോലെ സീക്വൻസസ് ഉണ്ട്. അതിൽ പലതും പ്രഡിക്റ്റബിൾ ആയിരിക്കും, എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുണ്ട്. അത് ഈ സിനിമയുടെ വലിയൊരു വിജയമാണ്. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ കാസ്റ്റിംഗ് നല്ല കിടിലമാണ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ, ഇവർ 3 പേരുമാണ് മെയിൻ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അവർ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ദ ആക്ഷൻ ഓർ ദ ആക്ടിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ മാത്രമല്ല, ബേസിക്കലി ദ സപ്പോർട്ടിങ് കാസ്റ്റ് ആൻഡ് വില്ലൻസ് ടു. ഈ സപ്പോർട്ടിങ് കാസ്റ്റ് പറഞ്ഞാൽ എനിക്കൊന്ന് വിവേക് പ്രസന്ന ഹി ഹാസ് ഡൺ എ റോൾ ആസ് എലങ്കോ. പിന്നെ ഈ വില്ലന്മാരിൽ മറ്റേ അർജുൻ ചിദംബരം, പുള്ളി എബ്രാം എന്നൊരു റോള് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഇതിലെ പല വില്ലൻ ആസ് വെൽ ആസ് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. പിന്നെ ഇനി ഇത്രയും പറഞ്ഞു കേട്ടാൽ നമുക്കിതൊരു ഭയങ്കര കിടിലം പടമാണെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട, കാരണം ലോജിക്കലി ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. കാരണം പല സീൻസിലും നമുക്കത് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ടുവേർഡ്സ് ദ എൻഡ് ആൻഡ് ഓൾ. പിന്നെ മൊത്തത്തിൽ ഇടയ്ക്ക് ആ പ്ലോട്ട് ബിൽഡിങ്ങിൻ്റെ അവിടെ ഒന്ന് കുറച്ചിടത്തൊക്കെ നമുക്ക് അവരൊരു ഡൗണറായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് എ പോപ്കോൺ ഫ്ലിക്ക്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഫിലിം ദാറ്റ് കൺസിഡേഴ്സ് ഇറ്റ് സെൽഫ് വെരി സീരിയസ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദീസ് ആർ വെരി മൈനർ ഫ്ലോസ്, കാരണം അങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ വലിയൊരു രീതിയിൽ അങ്ങനെ തോന്നത്തില്ല. അപ്പം ബേസിക്കലി ബ്ലാസ്റ്റ് ഇസ് എ ഫിലിം ദാറ്റ് ഇസ് എ ബ്ലാസ്റ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. ആൻഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് this is a definitely enjoyable theatrical experience. So till we are back with the next review, bye bye.